ആശുപത്രി പരിസരത്ത് കൊടിയും ബാനറും കെട്ടിയുള്ള പൊതിച്ചോറ് വിതരണം അനുവദിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയിൽ വിവാദം പുകയുന്നു. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി ഡിവൈഎഫ്ഐയും ഇടത് നേതാക്കളും രംഗത്തെത്തി. കെ മുരളീധരന്റെ നിലപാടിനെതിരെ ബിജെപി നേതാവ് കെ സുരേന്ദ്രനും പ്രതികരിച്ചു. ആശുപത്രികൾക്കകത്ത് രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ലെന്നും അത് UDF സർക്കാരിന്റെ നയമാണെന്നും മന്ത്രി കെ മുരളീധരൻ ഇന്നും ആവർത്തിച്ചു. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മാത്രം ആശുപത്രിക്കുള്ളിൽ ഭക്ഷണം നൽകും. ഇതിനായി സന്നദ്ധ സംഘടനകളുമായി ഉടൻ ചർച്ച നടത്തും. ഡിവൈഎഫ്ഐ എന്നല്ല യൂത്ത് കോൺഗ്രസിന്റെയോ സേവാഭാരതിയുടെയോ രാഷ്ട്രീയ പ്രവർത്തനം ആശുപത്രിക്കുള്ളിൽ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല, ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. ഭക്ഷണ വിതരണം പാടില്ലെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പ്രതികരണവുമായി ഡിവൈഎഫ്ഐയും CPM നേതാക്കളും രംഗത്തെത്തി. ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം തടയാൻ ഒരു മന്ത്രിക്കും കഴിയില്ല. ഡിവൈഎഫ്ഐ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും വിതരണം മുന്നോട്ട് തുടരുമെന്നും സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയതുപോലെ ഇന്ന് നടത്തിയതുപോലെ നാളെയും കേരളത്തിൽ എവിടെയെല്ലാമാണ് ഡിവൈഎഫ്ഐ ഭക്ഷണ വിതരണം ചെയ്യുന്നത് അവിടെയെല്ലാം ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അതിനോട് കൂടെ ചേർത്ത് പറയാം, ഞങ്ങൾ ഈ ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. പൊതിച്ചോറ് വിതരണത്തിൽ മന്ത്രി ഈഗോ കാണിക്കരുതെന്നും അവരെ കൂടി ചേർത്ത് പിടിക്കണമെന്നും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ്. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്തത്. പൊതിച്ചോറ് നൽകുന്നത് മനുഷ്യരായ ആർക്കും എതിർക്കാൻ കഴിയില്ലെന്നും എതിർക്കുന്നവരുടെ മനോനില പരിശോധിക്കണമെന്നും AA റഹീം MP പറഞ്ഞു. മനുഷ്യരായ ഒരാൾക്കും പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. പൊതിച്ചോറ് വിതരണം തടയുന്നവർക്ക് പകരം കെ മുരളീധരൻ തന്നെ പൊതിച്ചോറ് നൽകണമെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ BJPയും രംഗത്തെത്തി. സർക്കാർ ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതിനെ എന്തിനാണ് പുതിയ സർക്കാർ തടസ്സപ്പെടുത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പൊതിച്ചോറ് വിഷയത്തിലെ പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.